2024 ജൂലൈ 7 മുതൽ 13 വരെയുള്ള നക്ഷത്രഫലങ്ങൾ. അശ്വതി, ഭരണി, കാർത്തികയുടെ 1-ാം പാദം ചെന്നിട്ടുള്ള മേടക്കൂറ്. ശത്രുക്കളുമായി പ്രശ്നങ്ങൾ ഒത്തുതീർപ്പാകും. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടും. നേത്രരോഗത്തിന് സാധ്യതയുണ്ട്. ദുർചെലവുകൾ ഉണ്ടാകാം. വീട്ടുകാരുമായി അഭിപ്രായ വ്യത്യാസത്തിന് ഇടയുണ്ടാകും. കാർത്തികയുടെ 2, 3, 4 പാദങ്ങളും രോഹിണിയും മകയിരത്തിൻ്റെ ആദ്യത്തെ പകുതിയും ചേർന്നിട്ടുള്ള ഇടവക്കൂറ്. ചെലവുകൾ വർദ്ധിക്കും. വിവിധങ്ങളായുള്ള കാരണങ്ങൾ കൊണ്ടുള്ള ദുഃഖമുണ്ടാകും. ജോലിയിൽ തടസ്സമുണ്ടാകാൻ സാധ്യതയുണ്ട്. യാത്രകൾ കൊണ്ട് പ്രയോജനം ഉണ്ടാകാത്ത അവസ്ഥ ഉണ്ടാകാൻ ഇടയുണ്ട്. മകയിരത്തിൻ്റെ 3, 4 പാദങ്ങളും പുണർത്തിൻ്റെ 1, 2, 3 തിരുവാതിരയും ചേർന്നിട്ടുള്ള മിഥുനക്കൂറ്. സ്ഥാനമാനങ്ങൾ ലഭിക്കും. കലാരംഗത്തുള്ളവർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ്. സുഹൃത്ത് ബന്ധങ്ങൾ അപകടകരമാകാതെ സൂക്ഷിക്കണം. പിതൃതുല്യരായുള്ളവർക്ക് സമയദോഷമുള്ള കാലമാണ്. സമൂഹത്തിൽ അംഗീകാരം ലഭിക്കുകയും ചെയ്യും. പുണർത്തിൻ്റെ 4-ാം പാദവും പൂയവും ആയില്യവും ചേർന്നിട്ടുള്ള കർക്കിടകക്കൂറ്. ജീവിത നിലവാരം മെച്ചപ്പെടും. ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ അനുഭവപ്പെടും. ജനങ്ങളിൽ നിന്ന് അപവാദം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അപ്രതീക്ഷിതമായിട്ടുള്ള സ്ഥാനനഷ്ടമുണ്ടാകും. ബന്ധുമിത്രാദികളുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. മകം, പൂരവും ഉത്രത്തിൻ്റെ 1-ാം പാദവും ചേർന്നിട്ടുള്ള ചിങ്ങക്കൂറ്. ധാരാളം യാത്ര വേണ്ടിവരും. വിവാഹത്തിന് കാലതാമസം ഉണ്ടാകും. ഗൃഹനിർമ്മാണം ആരംഭിക്കും. ആഹാര സുഖമുണ്ടാകും. ബന്ധുഗുണം എന്നിവ ഉണ്ടാകുവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഉത്രത്തിൻ്റെ 2, 3, 4 പാദങ്ങളും അത്തവും ചിത്രയുടെ ആദ്യത്തെ പകുതിയും ചേർന്നിട്ടുള്ള കന്നിക്കൂറ്. മാനനഷ്ടം, രോഗം എന്നിവ കരുതിയിരിക്കണം. വിവാഹത്തിലൂടെ സ്വത്ത് വർദ്ധിക്കും. അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങളുണ്ടാകും. മാനനഷ്ടം ഉണ്ടാകുവാനായിട്ടുള്ള സാധ്യതയും കാണുന്നു. ചിത്രയുടെ 3, 4 പാദങ്ങളും ചോതിയും വിശാഖത്തിൻ്റെ ആദ്യത്തെ 2 പാദങ്ങളും ചേർന്നിട്ടുള്ള തുലാക്കൂറ്. കാര്യവിജയമുണ്ടാവും. കലഹം, അപവാദ പ്രചരണം എന്നിവ ശ്രദ്ധിക്കണം. വയറുമായി ബന്ധപ്പെട്ട രോഗങ്ങൾക്ക് സാധ്യതയുണ്ട്. ഗാർഹിക കാര്യങ്ങൾക്ക് വേണ്ടി ധനം അനാവശ്യമായി ചെലവഴിക്കും. വിശാഖത്തിൻ്റെ അവസാന പാദവും അനിഴവും തൃക്കേട്ടയും ചേർന്നിട്ടുള്ള വൃശ്ചികക്കൂറ്. കച്ചവടത്തിലൂടെ ധനലാഭം ഉണ്ടാകും. ജോലി മാറ്റം, ആരോഗ്യക്ഷയം എന്നിവ ഉണ്ടാകും. കലഹവും ശത്രുഭയവും ഉണ്ടാകും. മോശമായ ചുറ്റുപാടുകൾ മനസ്സിനെ അസ്വസ്ഥമാക്കുകയും ചെയ്യും. മൂലവും പൂരാടവും ഉത്രാടത്തിൻ്റെ 1-ാം പാദവും ചേർന്നിട്ടുള്ള ധനുക്കൂറ്. ധനാഗമ മാർഗങ്ങൾ മെച്ചപ്പെടും. സമൂഹത്തിൽ ഉന്നത സ്ഥാനം ലഭിക്കും. ഗൃഹത്തിൽ കലഹമുണ്ടാകുവാനായിട്ടുള്ള സാധ്യത കാണുന്നു. പുത്രനുമായി ബന്ധപ്പെട്ട് ദുഃഖ അനുഭവങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. ഉത്രാടത്തിൻ്റെ 2, 3, 4 പാദങ്ങളും തിരുവോണവും ഔട്ടത്തിൻ്റെ ആദ്യത്തെ പകുതിയും ചേർന്നിട്ടുള്ള മകരക്കൂറ്. കൂട്ടുകെട്ട് മൂലം ദുഃഖകരമായിട്ടുള്ള അനുഭവങ്ങളുണ്ടാകും. വളർത്തു മൃഗങ്ങൾക്ക് നാശം, സാമ്പത്തിക നഷ്ടം എന്നിവ ഫലം. ആരോഗ്യ പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട്. സാമ്പത്തിക സ്ഥിതി അത്ര മെച്ചമായിരിക്കുകയില്ല. ഔട്ടത്തിൻ്റെ 3, 4 പാദങ്ങളും ചതയവും പൂരിട്ടാതിയുടെ 1, 2 പാദങ്ങളും ചേർന്നിട്ടുള്ള കുംഭക്കൂറ്. യാത്രകളിൽ അപകടമുണ്ടാകാതെ ശ്രദ്ധിക്കണം. ഇഷ്ടജനങ്ങളുടെ വേർപാടിന് സാധ്യതയുണ്ട്. ഊഹക്കച്ചവടം കൊണ്ട് നേട്ടമുണ്ടാകും. കാര്യതടസ്സവും സ്ഥാനനഷ്ടവും ഉണ്ടാകാം. പൂരിട്ടാതിയുടെ അവസാനത്തെ പാദവും ഉത്രട്ടാതിയും രേവതിയും ചേർന്നിട്ടുള്ള മീനക്കൂറ്. ശ്രദ്ധക്കുറവ് മൂലം പ്രശ്നങ്ങളുണ്ടാകാം. മേലുദ്യോഗസ്ഥരുമായി കലഹത്തിന് സാധ്യതയുണ്ട്. ജോലി അന്വേഷിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ്. ഗൃഹത്തിൽ അസ്വസ്ഥതകളുണ്ടാകും. മിതവ്യയ ശീലം കൊണ്ട് നേട്ടമുണ്ടാകും. ഓരോ മതവിശ്വാസികളും അവരുടെ വിശ്വാസമനുസരിച്ചിട്ടുള്ള പ്രാർത്ഥനകളും വഴിപാടുകളും നടത്തിയാൽ ഉള്ള ദുരിതങ്ങളെ പരിഹരിക്കുവാൻ സാധിക്കും.